2025 ഡിസംബറിൽ ഇന്ത്യയുടെ റഷ്യയിൽ നിന്നുള്ള അസംസ്കൃത എണ്ണ ഇറക്കുമതിയുടെ മൂല്യം 38 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയായ $2.7 ബില്യൺ കുറഞ്ഞു. ഇന്ത്യയുടെ ഇറക്കുമതിയുടെ 1/4 താഴെയാണ് റഷ്യൻ എണ്ണ. ഒരു മാസം മുമ്പ് ഇത് 34% ആയിരുന്നുവെന്ന് ഏറ്റവും പുതിയ ഡാറ്റയുടെ വിശകലനം കാണിക്കുന്നു. 2024 ഡിസംബറിനെ അപേക്ഷിച്ച് യുഎസിൽ നിന്നുള്ള ഇറക്കുമതി ഏകദേശം 31% വർദ്ധിച്ചു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ സഞ്ജയ് മൽഹോത്ര കേന്ദ്ര ബാങ്കിന്റെ പോളിസി നിരക്ക് 5.25% മാറ്റമില്ലാതെ തുടരുമെന്ന് പ്രഖ്യാപിച്ചു. RBI മോണിറ്ററി പോളിസി കമ്മിറ്റി യോഗത്തിന് ശേഷം മാറ്റമില്ലാത്ത നിരക്ക് ഏകകണ്ഠമായി തീരുമാനിച്ചതിനെ തുടർന്നാണ് തീരുമാനം പ്രഖ്യാപിച്ചത്. പ്രതിപക്ഷ അംഗങ്ങളുടെ തുടർച്ചയായ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ബജറ്റ് സമ്മേളനത്തിൽ ഇതുവരെ സഭയുടെ 19 മണിക്കൂറും 13 മിനിറ്റും പാഴായതായി മുദ്രാവാക്യം വിളിക്കുകയും പ്ലക്കാർഡുകൾ പ്രദർശിപ്പിക്കുകയും ചെയ്ത എംപിമാരെ സ്പീക്കർ ഓം ബിർള നേരത്തെ ശാസിച്ചു. വിവാഹത്തിന്റെ വ്യാജ കാരണം പറഞ്ഞ് ബലാത്സംഗം ചെയ്തതായി ആരോപിച്ച് സമർപ്പിച്ച FIR സുപ്രീം കോടതി റദ്ദാക്കി. പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധം ക്രൂരമായി മാറുന്നതിന്റെ ഒരു ക്ലാസിക് കേസാണ് വസ്തുതകൾ സൂചിപ്പിക്കുന്നതെന്ന് കോടതി പറഞ്ഞു.